വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഹർജിയിൽ മാത്യു കുഴൽനാടന് ലഭിച്ചത് കനത്ത തിരിച്ചടി. കുഴൽനാടന്റെ ഹർജി തള്ളിയ വിധിയുടെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ഊഹാപോഹങ്ങളുടെയോ മുൻവിധികളുടെയോ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന് വിധി പകർപ്പിൽ പരാമർശം. CMRL അനുകൂലമായ ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല. സർക്കാർ എന്ന നിലയിൽ CMRL നിയമവിരുദ്ധമായി വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നും പരാമർശം. വിവരങ്ങളുമായി വിജിൻ ചേരുകയാണ്. വിജിൻ, നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ പറയാം, മാത്യു കുഴൽനാടൻ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞത് മുഴുവൻ സത്യത്തിൻ്റെയോ വസ്തുതയുടെയോ ഒരു കണിക പോലും ഇല്ലാത്ത പച്ച നുണകളാണെന്ന് കോടതി തന്നെ പറഞ്ഞു വെക്കുകയാണിപ്പോൾ. മനു, തീർച്ചയായും നിയമവിരുദ്ധമായി CMRLന് പല വിട്ടുവീഴ്ചയും ചെയ്തു നൽകി, പല ഉപകാരവും നൽകി. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മകൾക്കും വലിയ തരത്തിലുള്ള തുക അതിൽ നിന്ന് പ്രതിഫലമായി ലഭിച്ചു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു മാത്യു കുഴൽനാടൻ കോടതിയിൽ ഈ ഹർജിയുമായി എത്തിയത്. എന്നാൽ ആ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് കോടതിയുടെ നിലപാട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞത് തെളിവുകളുടെ അഭാവത്തിൽ കേസ് തള്ളുന്നു എന്നായിരുന്നു. ഹാജരാക്കിയ തെളിവുകൾ ഒന്നും ഇതുമായി CMRLും മുഖ്യമന്ത്രിയുമായി ഒന്നും ബന്ധപ്പെടുത്താൻ കഴിയുന്ന തെളിവുകളല്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഊഹാപോഹങ്ങളുടെയോ മുൻവിധിയുടെയോ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കഴിയില്ല. CMRLന് അനുകൂലമായി ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല. സർക്കാർ എന്ന നിലയിൽ CMRLന് നിയമവിരുദ്ധമായി വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു രേഖകളും പരാതിക്കാരന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും കോടതി വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ മാത്യു കുഴൽനാടന് ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി തന്നെ ലഭിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. കാലങ്ങളായി ഒരു ഊഹാപോഹം പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഇത് ഈ രാഷ്ട്രീയ ആരോപണമായി കോടതിയിലേക്ക് തൻ്റെ പക്കൽ തെളിവുണ്ട് എന്ന് ഒക്കെ വാദിച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്തുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ വലിയ തരത്തിലുള്ള കോലാഹലം, മാസപ്പടി എന്ന പേരിൽ ഒക്കെ ഉയർത്തിക്കാട്ടാൻ മാത്യു കുഴൽനാടന് ഇതുമൂലം കഴിഞ്ഞുവെങ്കിൽ കൂടി ഈ കോടതി ശക്തമായ രീതിയിൽ ഓരോ ഘട്ടത്തിലും ചോദിച്ചു കൊണ്ടിരുന്നത് ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരായി CMRLുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ എവിടെയാണ് എന്നാണ്. മാത്യു കുഴൽനാടൻ ഓരോ വാർത്താ സമ്മേളനവും നടത്തുമ്പോഴും മാധ്യമപ്രവർത്തകരും കൈരളി ന്യൂസിലെ റിപ്പോർട്ടർമാരും ഒക്കെ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്നതും അതുതന്നെയായിരുന്നു. എന്ത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും അനുകൂലമായി ഒരു തീരുമാനം, CMRLന് അനുകൂലമായ ഒരു തീരുമാനം സർക്കാർ എടുത്തത് എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോഴെല്ലാം ഇക്കാര്യത്തിൽ ഒരു മറുപടിയും പറയാതെ മറ്റ് ന്യായങ്ങൾ ഒക്കെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്.